ഒരു നല്ല ചിന്ത. ഒരു തെറ്റും ചെയ്യാതെ എല്ലാ കുറ്റങ്ങളും സ്വയം ഏൽക്കേണ്ടി വരുന്ന ചില മനുഷ്യരുണ്ട്. ഒരു കാരണവുമില്ലാതെ സങ്കടങ്ങൾ മാത്രം തേടിയെത്തുന്ന ചില മനുഷ്യർ. ഒന്നിനു പിറകെ ഒന്നായി കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ചിലർ. ചിലർക്ക് വീടുകളിലാവും ആ അവസ്ഥ, ചിലർക്ക് ജോലി സ്ഥലത്താവാം. തർക്കിച്ചു നിൽക്കാൻ അറിയാത്തതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം മെക്കിട്ട് കയറാനുള്ള ഒരാളായിരിക്കും അവർ. സ്വന്തം തെറ്റുകൾ മറ്റുള്ളവർക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ വിരുതുള്ള മനുഷ്യരുടെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ. സ്നേഹപൂർവ്വം ആത്മാർത്ഥതയും കൂടിപ്പോയതുകൊണ്ട് തോറ്റുപോകുന്നവരാണവർ. മറ്റുള്ളവരുടെ ജോലിഭാരം കൂടി സ്വയം ഏറ്റെടുത്ത് കളയും ഇത്തരക്കാർ. അവരുടേതല്ലാത്ത, അവർ ചെയ്യേണ്ടതുമല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ മടിയില്ലാതെ ഏറ്റെടുക്കും. അമിതമായ ആത്മാർത്ഥത കാരണം അത് ചെയ്തു തീർക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ സ്വന്തം ജോലികളും സ്വന്തം ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കാൻ കഴിയാതെ വരും. അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലുകളും ശകാരവർഷങ്ങളും ഏറ്റുവാങ്ങും. ഒടുവിൽ സ്വന്തം ജോലിഭാരത്താൽ നടുവൊടിയുന്ന അവസ്ഥയിലായാൽ പോലും അവർക്ക് വേണ്ടി സഹായഹസ്തവുമായി ആരും വരികയില്ല. പഴി മുഴുവൻ കേൾക്കാനായുള്ള ഒരു ജീവിതമാണ് അവരുടേത് തോന്നിപ്പോകും. ഒപ്പമുള്ള മനുഷ്യർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങളെയും സ്വന്തം ഉത്തരവാദിത്തങ്ങളെയും മാറ്റിവെച്ചിട്ടുള്ളവരാകും മനസമാധാനമെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആത്മാർത്ഥത നല്ലതാണ്, മറ്റുള്ളവരോട് കരുതലും നല്ലതാണ്. പക്ഷെ അത് അവനവനെ മറന്നിട്ടാവരുത്. നമ്മുടെ വിശപ്പിനുള്ളത് കരുതാതെ വിളമ്പിക്കൊടുത്താൽ വിശന്നിരിക്കുന്ന നേരത്ത് സഹതാപത്തോടെയുള്ള ചില നോട്ടങ്ങൾ മാത്രമേ ചിലപ്പോൾ തിരിച്ചു കിട്ടൂ. സങ്കടങ്ങൾ മാത്രം ബാക്കിയാവുന്ന നേരത്ത് വിധിയെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കാതെ അതിൻ്റെ കാരണം തിരയണം. ഒട്ടുമിക്ക മനുഷ്യർക്കും അതിനൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പമുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള തിരക്കിനിടയിൽ അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നുപോയിരിക്കുന്നു എന്ന കാരണം. തിരിച്ചറിവും പക്വതയുമില്ലാത്തവരാണ് കുട്ടികൾ. അവർ എന്തും ചെയ്യും, പറയും, ഏത് വഴിയിലൂടെയും പോകും. അതിലെ ശരിതെറ്റുകളോ അപകടങ്ങളോ ഒന്നും വേർതിരിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് കഴിയില്ല. അതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അബദ്ധത്തിലും ചതിക്കുഴികളിലും പെടാതെ അവരെ രക്ഷിക്കേണ്ടവരാണ് രക്ഷിതാക്കൾ. കതിരും പതിരും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ. അപ്പോഴേ രക്ഷിതാക്കളാവുകയുള്ളൂ. രക്ഷിതാക്കളെ മക്കൾ അനുസരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ മക്കൾ പറയുന്നതൊക്കെ രക്ഷിതാക്കൾ അനുസരിക്കുകയല്ല വേണ്ടത്. അവരോടുള്ള സ്നേഹമാണെന്നും പറഞ്ഞ് അവരുടെ നല്ലതും ചീത്തയുമായ എല്ലാ ആവശ്യങ്ങൾക്കും സപ്പോർട്ട് കൊടുത്ത് അവന് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വാശിയാ എന്ന് പറഞ്ഞ് ഒന്നിനും നോ പറയാതെ അവർ പറയുന്നതൊക്കെ സാധിപ്പിച്ചു കൊടുത്ത് അവർ പോകുന്ന വഴിയെ തെളിക്കുന്നവർ രക്ഷിതാക്കൾ ആവില്ല. അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, നമ്മളായിട്ട് നിർബന്ധിക്കരുത് എന്നത് അംഗീകരിക്കാമെങ്കിലും ഭാവിയിൽ ആരാവണമെന്നോ ഭാവി എങ്ങനെയാവണമെന്നോ ചെറുപ്പത്തിലെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയും. ന്യൂക്ലിയർ കുടുംബങ്ങളിൽ വളരുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നല്ല സഹോദര്യ സാമൂഹ്യ കുടുംബ ബന്ധങ്ങളും ഉണ്ടാവണമെങ്കിൽ രക്ഷിതാക്കൾക്കേ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മളൊക്കെ നല്ല രക്ഷിതാക്കൾ ആവുന്നുള്ളൂ. പക്ഷെ വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഉണങ്ങി തുടങ്ങും. മൂന്നാമത് രാജഗുരുവിന്റെ ആയിരുന്നു. രാജഗുരു പറഞ്ഞ, രാജാവെ, ഏറ്റവും വലിയ മുറിവുണ്ടാക്കാൻ പറ്റിയ ആയുധം അത് സ്നേഹമാണ്. ആത്മാർത്ഥമായ സ്നേഹിച്ച ഒരു വ്യക്തി. രാജാവിന്റെ ചോദ്യം ഇതായിരുന്നു, ഒരു വ്യക്തിയിലെ ഏറ്റവും വലിയ മുറിവ് ഏൽപ്പിക്കാൻ പറ്റിയ ആയുധം ഏതാണ്? ആദ്യത്തെ അവസരം സൈന്യാധിപന്റെ ആയിരുന്നു. സൈന്യാധിപൻ പറഞ്ഞു, രാജാവെ, ഈ ഇരുതല വാളാണ് ഏറ്റവും വലിയ ആയുധം. രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും, പക്ഷേ ഇത് ഏൽപ്പിക്കുന്ന മുറിവ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഉണങ്ങി തുടങ്ങും. രണ്ടാമത്തെ അവസരം മന്ത്രിയുടേതായിരുന്നു. മന്ത്രി പറഞ്ഞു, രാജാവെ, നമ്മുടെ വാക്കുകളാണ് ഏറ്റവും വലിയ മുറിവുണ്ടാക്കാൻ പറ്റിയ ആയുധം. രാജാവ് പറഞ്ഞു, അതും ഒരു പരിധിവരെ ശരിയാണ്, പക്ഷെ വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഉണങ്ങി തുടങ്ങും. മൂന്നാമത് രാജഗുരുവിന്റെ ആയിരുന്നു. രാജഗുരു പറഞ്ഞു, രാജാവെ, ഏറ്റവും വലിയ മുറിവുണ്ടാക്കാൻ പറ്റിയ ആയുധം അത് സ്നേഹമാണ്.
ആത്മാർത്ഥമായ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടാക്കുന്നതിൽ വലിയ മുറിവൊന്നും ഒരു വ്യക്തിയിൽ വേറെ ഒന്നിനും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ശരിയല്ലേ? ലോകത്തിലെ ഒരു വ്യക്തിയില് ഏറ്റവും വലിയ ആഴത്തിൽ മുറിവുണ്ടാക്കുവാനും ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന പല മുറിവുകളെ സുഖപ്പെടുത്തുവാനും സ്നേഹത്തിന് സാധിക്കും. ഇനി അവസരം നിങ്ങളുടേതാണ്. മുറിവ് ഉണ്ടാക്കണോ മുറിവ് ഉണക്കണോ എന്ന് തീരുമാനിക്കുവാനായിട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പിടി കൊമ്പനെ പ്രോത്സാഹിപ്പിക്കും. ഏട്ടാ നടന്നോളൂ. ഒരു കാട്ടില് വരൾച്ച വന്നു. വരൾച്ച കഠിനമായപ്പോൾ മൃഗങ്ങൾ വെള്ളമുള്ള അടുത്ത കാട്ടിലേക്ക് പ്രയാണം ആരംഭിച്ചു. അത് അല്പം ദൂരെയാണ്. ഒരു കൊമ്പനും ഒരു പിടിയും ചേർന്ന് വരൾച്ചയുള്ള കാട്ടിൽ നിന്ന് അപ്പുറത്തെ കാട്ടിലേക്ക് യാത്ര ചെയ്തു. രണ്ടുപേരും നടന്ന് ക്ഷീണിച്ചു. പക്ഷെ ക്ഷീണിക്കുന്ന സമയത്ത് കൊമ്പൻ പിടിയെ പ്രോത്സാഹിപ്പിക്കും. ഇത്തിരി കൂടിയേ ഉള്ളൂ, നടന്നോളൂ. വീണ്ടും കൊമ്പൻ ക്ഷീണിക്കുമ്പോൾ പിടി കൊമ്പനെ പ്രോത്സാഹിപ്പിക്കും. ഏട്ടാ നടന്നോളൂ, അല്പം കൂടിയേ ഉള്ളൂ. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചും വിശ്രമിച്ചും പരസ്പരം സഹായിച്ചും അവർ ഈ കഠിനകാലം കീഴടക്കാൻ മെല്ലെ മെല്ലെ നടന്നു പോവുകയാണ്. അവർക്ക് രണ്ടുപേർക്കും വയ്യെന്നായി. പെട്ടെന്ന് അതാ അത്ഭുതകരമായി ഒരു ചെറിയ കുഴിയിൽ ഒരു ഇത്തിരി വെള്ളം. രണ്ടുപേർക്കും സന്തോഷമായി. പിടി പറഞ്ഞു, ഏട്ടൻ നടന്ന് ക്ഷീണിച്ചതല്ലേ, ഏട്ടൻ കഴിച്ചോളൂ. കൊമ്പൻ പറഞ്ഞു, വേണ്ട, നീ കഴിച്ചോളൂ. രണ്ടുപേരും തർക്കമായി. അവസാനം രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയിലെത്തി. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു കുടിക്കാം. രണ്ടുപേരും തുമ്പിക്കൈ ഈ വെള്ളക്കുഴിയിലിട്ടു. പക്ഷെ അല്പനേരം കഴിഞ്ഞിട്ടും വെള്ളത്തിനൊരു കുറവും വന്നില്ല. എന്താണ് നടന്നതെന്ന് അറിയാമോ? പിടി കുടിച്ചോട്ടെ എന്ന് കരുതി കൊമ്പൻ കുടിച്ചിട്ടില്ല. കൊമ്പൻ കുടിച്ചോട്ടെ എന്ന് കരുതി പിടിയും കുടിച്ചില്ല. ഈ പരസ്പരമുള്ള ദമ്പതികളുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. എന്റെ വേദനയെക്കാളും എന്റെ കഷ്ടപ്പാടിനേക്കാളും എന്റെ ഇണയുടെ വേദനയും കഷ്ടപ്പാടും തിരിച്ചറിയാൻ നമുക്കാവുമ്പോൾ നമ്മുടെ ദാമ്പത്യം മനോഹരമായി മാറുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനാണല്ലോ നമ്മൾ ഈ പെടാപ്പാട് വിട്ട് ഓടുന്നത്. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയും മക്കളെ സമ്പാദിക്കാൻ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പൊ മക്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമോ? അച്ഛനമ്മമാരുടെ സ്നേഹത്തെക്കാൾ മക്കൾക്ക് പ്രധാനം അച്ഛനമ്മമാർ തമ്മിലുള്ള സ്നേഹമാണ്. എപ്പോഴെങ്കിലും വഴക്കടിക്കേണ്ടി വരുമ്പോൾ, എപ്പോഴെങ്കിലും ഈഗോയുടെ പേരിൽ ജീവിത പങ്കാളിയെ താഴ്ത്തിക്കാട്ടേണ്ടി വരുമ്പോൾ ഈ ദമ്പതിമാരെ നമുക്ക് ഓർമ്മിക്കാം. അവരുടെ പ്രവൃത്തിയെ നമുക്ക് ധ്യാനിക്കാം. മാർപ്പാപ്പ മരിച്ച ദിവസമാണ് എൻ്റെ മോള് വത്തിക്കാനിൽ മോളും മരുമകനും എത്തിയത്. അവർ അയച്ചതാണ് അവിടെ നിന്നത്തെ പോസ്റ്റ് ഓഫീസിൽ, പോസ്റ്റ് ബോക്സിൽ അവർ അയച്ചത് ആണ്. ഈ മാർപ്പാപ്പയുടെ വന്നപ്പോൾ കൊണ്ടുവന്നത് ലെറ്റർ കാർഡും അവിടെ നിന്ന് അയച്ചത്. മാർപ്പാപ്പ മരിച്ച ബോഡി 4/5/2025. മുല്ലീന ആൻഡ് ജിതിൻ വിത്ത് ലവ്, മിസ്റ്റർ വർഗീസ് എലുവത്തിങ്കൽ ആൻഡ് മിസ്സിസ് ഓമന വർഗീസ്. പ്രയർ ആൻഡ് ബ്ലെസ്സിങ്സ് ഫ്രം മീ വത്തിക്കാൻ. വത്തിക്കാനിൽ നിന്ന് വിട്ടതാണ്. ഈ കാർഡ് അവിടുത്തെ അഡ്രസ്സായിട്ട് പോസ്റ്റ് ബോക്സിൽ നിന്ന് വന്നതാണ് അന്നത്തെ ദിവസം. എട്ടാം ക്ലാസ് നല്ല ചിന്ത. 8ാം ക്ലാസ് വിദ്യാർത്ഥികളോട്
കള്ളന്മാർ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെട്ടു. ഇതിൽ ഒരു കുട്ടി എഴുതിയത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം. പക്ഷേ അതിലടങ്ങിയ ആശയം നമ്മുടെ ചിന്തകൾക്ക് വെളിച്ചം വീശുന്നു. ഉപന്യാസം ഇങ്ങനെ: കള്ളന്മാർ ഒരു രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. തൊഴിൽ നൽകുന്നതിലും രാജ്യത്തിൻ്റെ വികസനത്തിന് സംഭാവന ചെയ്യുന്നതിലും അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സേഫുകൾ, പൂട്ടുകൾ, ലോക്കറുകൾ, അലമാരകൾ മുതലായവ കള്ളന്മാർ കാരണം മാത്രമാണ് നിർമ്മിക്കുന്നത്. ഈ വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഫാക്ടറികളും വർക്ക്ഷോപ്പുകളും ഈ തൊഴിലിൻ്റെ ഫലമായി തൊഴിൽ നൽകുന്നു. വീടുകളിൽ പോലും മേസൺമാർക്കും തൊഴിലാളികൾക്കും ജനലുകളിലും വാതിലുകളിലും ലാച്ചുകൾ, പൂട്ടുകൾ, ഗ്രില്ലുകൾ എന്നിവ സ്ഥാപിക്കുന്ന ജോലി ലഭിക്കുന്നു. പിന്നെ വീടുകൾ, കടകൾ, സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ, ഫാക്ടറികൾ എന്നിവ സംരക്ഷിക്കുന്നതിന് സുരക്ഷാ ഗാർഡുകളും വാച്ച്മാൻമാരും അത്യാവശ്യമാണ്. CCTV ക്യാമറകൾ, മെറ്റൽ ഡിറ്റക്ടറുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനികളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കള്ളന്മാർ കാരണം പോലീസ് ഉദ്യോഗസ്ഥർ, കോടതി ജീവനക്കാർ, ജഡ്ജിമാർ, അഭിഭാഷകർ, മറ്റുള്ളവർ എന്നിവർ ജോലി ചെയ്യുന്നു. പോലീസിനായി ബാരിക്കേഡുകൾ, ആയുധങ്ങൾ, വെടിയുണ്ടകൾ, ബാറ്റൺ, യൂണിഫോം, വാഹനങ്ങൾ, മോട്ടോർ സൈക്കിളുകൾ എന്നിവ വാങ്ങുന്നത് സമ്പൽ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. കള്ളന്മാർക്ക് നന്ദി. അവരുള്ളതുകൊണ്ട് ജയിലുകൾ വേണ്ടിവരുന്ന ജയിലന്മാർക്കും ജയിലിൽ ജീവനക്കാർക്കും ജോലി ലഭിക്കുന്നു. കള്ളന്മാർ കാരണം ഫോറൻസിക് എന്നൊരു വിഭാഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. വിരലടയാള വിദഗ്ധൻ തുടങ്ങിയവർ ഈ മേഖലയിൽ വളരുന്നു. മൃഗങ്ങൾക്കും പലതരത്തിൽ കള്ളന്മാർ ഉപകാരമാകുന്നു. പലതരം പട്ടികളെ വീടുകളിൽ വളർത്തേണ്ടി വരുന്നു. പട്ടി വ്യവസായം അവർക്ക് വേണ്ട ചങ്ങല, ബെൽറ്റ്, ക്ലിപ്പ്, പെഡിഗ്രി, ഡോഗ് ബിസ്ക്കറ്റ് തുടങ്ങിയ മേഖലകൾ തഴച്ചു വളരുന്നു. പട്ടി കിടക്കുന്നത് കൊണ്ട് ബാൻഡേജ്, സിറിഞ്ച്, കോട്ടൺ, വാക്സിൻ, മെഡിസിൻസ് എന്നിവ ചിലവാകുന്നു. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, പേഴ്സുകൾ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കുകൾ പോലുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുമ്പോൾ ആളുകൾ അവ വീണ്ടും വാങ്ങേണ്ടി വരും. ഇത് ബിസിനസ് വർദ്ധിപ്പിക്കും. ചോരി ബസാർ പോലുള്ള സ്ഥലങ്ങളിൽ കള്ളന്മാർ ചുരുങ്ങിയ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു. രാത്രി അകത്തും പുറത്തും ലൈറ്റിട്ട് വയ്ക്കുന്നത് കൊണ്ട് KSEBക്കും സർക്കാരിനും വരുമാനം കൂടുന്നു. പ്രശസ്തയും കുപ്രസിദ്ധമായ കള്ളന്മാർ പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ പോലും വലിയ മോഷണങ്ങൾ നടക്കുന്നു. സദാ കള്ളന്മാർ ജയിലുകളിൽ ഗോതമ്പുണ്ട തിന്നുമ്പോൾ രാഷ്ട്രീയ കള്ളന്മാർ 2-3 തവണ ഭരിക്കുകയും കോടികൾ സമ്പാദിക്കുകയും മക്കളെ സമരത്തിന് അടിപിടിപ്പിക്കും പഠിപ്പ് മുടക്കിനും വിടാതെ വിദേശങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ മൊത്തത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയ്ക്ക് കള്ളന്മാരുടെ സംഭാവന ശ്രദ്ധേയമാണ്. ഗവേഷണ സമ്പന്നമായ ഈ ഉപന്യാസത്തിന് അധ്യാപകൻ പൂർണ്ണ മാർക്ക് നൽകുകയും വിദ്യാർത്ഥിയെ മെറിറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. വിഷയം ഏതുമായിക്കോട്ടെ നമ്മുടെ ചിന്തകൾ വഴി അവയെ നല്ലതോ ചീത്തയോ ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എന്റെ ഉണ്ണീശോയെ, നിന്റെ നിഷ്കളങ്കത എനിക്ക് തരണമേ. എന്താണ് സ്നേഹം? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സ്നേഹമാകുമോ? നീ എൻ്റെ ജീവനാണെന്ന് പറഞ്ഞാൽ സ്നേഹമാകുമോ? ഒരിക്കലുമില്ല. മനസ്സിലാക്കുന്നതാണ് സ്നേഹം, പരിഗണിക്കുന്നതാണ് സ്നേഹം, ചേർത്ത് പിടിക്കുന്നതാണ് സ്നേഹം, വേദനകളിൽ ആശ്വാസമാകുന്നതാണ് സ്നേഹം. ഇതാണ് ശിക്ഷാവിധി.
പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. വത്തിക്കാനിൽ നിന്ന് വന്ന ഈ ലെറ്റർ എൻ്റെ മകൾ മാർപ്പാപ്പ മരിച്ച ദിവസം അവിടെ എത്തിയതാണ്. അവിടെ നിന്നൊരു ലെറ്റർ അയക്കാൻ തോന്നിയതും എനിക്കത് ഇവിടെ കിട്ടിയതും എനിക്കൊരു അതിശയം തോന്നി. വത്തിക്കാനിൽ നിന്ന് എൻ്റെ അഡ്രസ്സിൽ ഒരു കാർഡ് വന്നപ്പോൾ എന്തോ എനിക്ക് ഒരു സന്തോഷം. മാർപ്പാപ്പയുടെ മരണദിവസം എൻ്റെ മകൾ അവിടെ എത്തിയതും എല്ലാം എനിക്ക് ഒരു സന്തോഷമായി തോന്നി. ഞാൻ വിചാരിക്കുകയാണ്, ദൈവത്തിൻ്റെ മനസ്സിന് സന്തോഷം തരുവാൻ ഈ രൂപം ഈ സ്റ്റാച്ചു മാർപ്പാപ്പയുടെ വന്നപ്പോൾ വത്തിക്കാനിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതും എനിക്ക് വലിയൊരു ആഗ്രഹം, ഒരു സന്തോഷം തോന്നി കയ്യിൽ കിട്ടിയപ്പോൾ. അമ്മയ്ക്ക് സമ്മാനം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൊന്തി. മിസ്റ്റർ വർഗീസ് എലിവത്തിങ്കൽ ആൻഡ് മിസ്സിസ് ഓമന വർഗീസ്, പ്രൈസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഫ്രം ദ വത്തിക്കാൻ, ഫ്രം മെർലീന ആൻഡ് ജിതിൻ വിത്ത് ലവ്. ഇങ്ങനെ ഒരു ലെറ്റർ അവൾ കാർഡ് കിട്ടിയപ്പോൾ എന്തോ മനസ്സിൽ ഒരു സന്തോഷം തോന്നി. ദൈവത്തിനും മെർലിനോടും എൻ്റെ മോള് മെർലിനോടും താങ്ക്സ്. ജിതിനോടും മെർലീനയുടെ ഹസ്ബൻഡ് ജിതിനോടും മെർലിനോടും ദൈവത്തിനോടും താങ്ക്സ് ആ ദിവസം ഇത് കിട്ടിയതിന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.